മഹാകുരിശരണം. ഹരഹരോ ഹരഹര ഓങ്കം ഗണപതിയെ നമ. ഞാനിപ്പോൾ പഴനിയിലാണുള്ളത്. പഴനി താഴെ എവിടെയാണ്, മുകളിലേക്ക് കയറുന്ന ഭാഗത്താണുള്ളത്. ഇവിടെ ഗണപതി ക്ഷേത്രമുണ്ട്. ഇവിടെ മലയിലേക്ക് നോക്കി മയിലുണ്ട്. ഇപ്പോൾ കിഴക്കോട്ടാണ്, ഇത് എന്താണ് തെക്കോട്ടാണ് കയറുന്നത്. പഴനി ഇങ്ങനെ നടന്ന് കയറുന്നത് കേട്ടോ. അപ്പോൾ തെക്കോട്ട് കയറുന്നതിന് അതിൻ്റേതായ താന്ത്രിക പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് ഗണപതി ഇതാണ്. ഇവിടെ നമുക്ക് പ്രദക്ഷിണം ചെയ്യാം. ഇത് മുകളിൽ കയറുന്ന ഇതാ ലേഡീസ് ജെൻസ് കേട്ടോ. ഇന്ന് തിരക്ക് കുറവാണെന്ന് പറയുന്നു. ഇന്ന് റോപ്പ് വേ ഇല്ല. വീഞ്ചാണെങ്കിൽ വീഞ്ചിൽ 2 മണിക്കൂറോളം ഇരിക്കണം. അപ്പോൾ ഇന്നലെ വൈകിട്ട് വന്ന് ഞങ്ങൾക്ക് സുഖമായിട്ട് ദർശനം കിട്ടി. ഇന്നലെ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പ്രാധാന്യം ഒന്ന് അറിയിക്കാമെന്ന് വെച്ചാൽ, എല്ലാവരും പഴനി വന്ന് കാണും, പക്ഷേ ഇവിടുത്തെ പ്രാധാന്യം ഒന്ന് അറിയിക്കാമെന്ന് വെച്ചാണ്. സാധാരണ അനുസരിച്ച് തിരക്ക് കുറവാണ്. തൊഴുത് കഴിഞ്ഞു. അപ്പോൾ ഈ ഗണപതിയുടെ നടയിൽ വെച്ച് എല്ലാവർക്കും വേണ്ടി സങ്കല്പം ചെയ്യില്ല. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, സമ്പൽ സമൃദ്ധി, കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐക്യമത്യം, സമൃദ്ധി എല്ലാം ഉണ്ടാകണം. കുടുംബ ബന്ധങ്ങളിൽ കെട്ടുറപ്പ്, ജോലി, എല്ലാവർക്കും ജോലി അല്ലെങ്കിൽ തൊഴിൽ സാഹചര്യം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, നല്ല ജോലി കിട്ടാനായിട്ടൊക്കെ സങ്കല്പം ചെയ്യുന്നു ഗണപതിയുടെ ഇവിടെ. അതുകൂടാണ്ട് ഈ ഗണപതിയുടെ മുമ്പിൽ ഇടതുവശത്തായിട്ട് ഒരു അരുൾമുഖ് മീനാക്ഷി അമ്മൻ തിരുക്കോവിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പഴനി. അപ്പോൾ ഈ മീനാക്ഷി അമ്മൻ തിരുക്കോവിൽ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഴക്കോട്ട് നോക്കി ചന്ദ്രശേഖരൻ ഇരിക്കുന്ന ശിവൻ, അതിൻ്റെ അകത്ത് തന്നെ ഇടതും വലുതുമായിട്ട് സുബ്രഹ്മണ്യൻ, ഗണപതി, നാഗരാജാവുണ്ട്. പക്ഷേ അതിലും രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ ദൈവിക പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീനാക്ഷി അമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ പാർവതി ദേവി തെക്കോട്ട് മലയിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പുരോഹിതനോട് ചോദിച്ചോ, പാർവതി ദേവി മലയിലേക്ക് നോക്കി മകനെ നോക്കിയാണ് ഇരിക്കുന്നത്. അപൂർവമാണ് അങ്ങനെ തെക്കോട്ട് നോക്കി ദേവി ഇരിക്കുന്ന ഒരു ഇത്. അപ്പോൾ അതൊരു ഇവിടുത്തെ വരുമ്പോൾ തീർച്ചയായിട്ടും കയറി തൊഴേണ്ട ഒരു അമ്പലമാണ്. തിരക്ക് വളരെ കുറവാണ്. ഇപ്പോഴാണ് ആൾക്കാർ കയറി, ഞങ്ങൾ കയറുമ്പോൾ ആരുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗണപതിയെ തൊഴുത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്ന് ഈ ദേവീനെ, ഈ മീനാക്ഷി അമ്മനെ തൊഴുതിട്ട് ഗിരിവലം ചെയ്തിട്ട് ആവണംകുടി പോകുമ്പോഴത്തേക്ക് ഓം എന്നുള്ള ഇതാകുന്ന പറയുന്നത്, ഓംകാര പൊരുളാകുന്ന പറയുന്നത് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഗണപതിയെ തൊഴുക, അവിടെ നിന്ന് മീനാക്ഷി അമ്മനെ തൊഴുക, അത് കഴിഞ്ഞിട്ട് ഗിരിവലം ചെയ്യുക. ഈ ഗിരിവലം 2.5-3 കിലോമീറ്റർ ഉണ്ട്. ഈ ഗിരിവലം ചെയ്തിട്ട് അവിടെ ഇതിൽ വരുമ്പോഴത്തേക്കും എന്താണ് ആവണംകുടി വരുമ്പോഴത്തേക്കും, ആവണംകുടി അപ്പുറത്ത് കൂടിയാണ് വരുന്നത്, ഇങ്ങനെ കൂടിയല്ല, ആവണംകുടി വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഓം എന്നുള്ള ആകുന്നതാണ് ഇവിടുത്തെ പുരോഹിതൻ പറഞ്ഞത്. അതൊരു പുതിയ അറിവാണ്. എല്ലാവർക്കും വേണ്ടി ഇവിടെ ചന്ദ്രശേഖരൻ മീനാക്ഷി ദേവിയുടെ തിരുനടയിൽ നിന്നിട്ട്, അതുപോലെ പഴനി മുരുകൻ്റെ, പഴനി ആണ്ടവൻ്റെ നടയിൽ താഴെ ഗിരിവലം വീതിയിൽ നിന്നിട്ട് ഞാൻ സങ്കല്പം ചെയ്യുകയാണ്. എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, സമ്പൽ സമൃദ്ധി, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല മാർക്കോടെ വിജയം നേടി അവരാഗ്രഹിക്കുന്ന സർവീസോ പ്രൊഫഷനോ ജോലിയോ അവർക്ക് കിട്ടാൻ, അതുപോലെ എല്ലാവരുടെ ആരോഗ്യം, അത് സഞ്ചരിക്കാനായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള പല ആൾക്കാരുണ്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പൂർണ്ണ എന്താണ് ശാരീരിക സൗഖ്യം ഉണ്ടാകണം. വേറെ മുരുകൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നവഗ്രഹങ്ങളുടെ ജ്യോതിഷത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ ആ മുരുകദേവൻ എല്ലാവർക്കും ശാരീരിക സൗഖ്യം നൽകണം. ശാരീരികവും മാനസികവും ആയ സൗഖ്യം നൽകാനായിട്ട് ഞാൻ സങ്കല്പം ചെയ്യുകയാണ്. അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ കെട്ടുറപ്പ്, അത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളാകട്ടെ, അച്ഛനമ്മ മക്കളാകട്ടെ, സഹോദരി സഹോദരന്മാരാകട്ടെ, ജാമാതാക്കളായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ കെട്ടുറപ്പുണ്ടാകണം. അതുകൂടാതെ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾ ശാരീരിക മാനസികമായിട്ടുള്ള അവരുടെ മാനസിക ബലം, ശാരീരികാരോഗ്യം പഠിക്കാനായിട്ട്, പിന്നെ ഓരോരുത്തരും കുടുംബജീവിതത്തിൽ ഓരോരുത്തരുടെയും പൂർണ്ണ ശരീരാരോഗ്യം, എന്താണ് നല്ല കാലെടുത്ത് വെച്ച് നടക്കാൻ, കൈവീശി നടക്കാൻ, നന്നായിട്ട് സംസാരിക്കാൻ, ശരിക്കും ചെവി കേൾക്കാൻ, കാത് കേൾക്കാനായിട്ട്, കണ്ണ് കാണാനായിട്ട് പൂർണ്ണ ആരോഗ്യം മുരുകസ്വാമി നൽകണം, ഗണപതി ദേവർ നൽകണം, പാർവതി പരമേശ്വരന്മാർ നൽകണമെന്ന് സങ്കല്പം ചെയ്യുകയാണ്. ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഇന്ന് വെള്ളിയാഴ്ച മഹാലക്ഷ്മിയുടെ ദിവസം എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ജ്യോതിഷത്തിൻ്റെ അധിപതിയായ മുരുക ഭഗവാൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥന ചെയ്ത് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ഓൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ. ഇനി പോകുന്നത് തിരുവാമണംകുടി ക്ഷേത്രത്തിലേക്കാണ്.